അത് സാധ്യമല്ല. ഞാൻ പിറുപിറുത്തു. സുധാകരന്റെ സമ്മതമില്ലാതെ അയാളുടെ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഞാൻ തയ്യാറായില്ല. ഗർഭചിത്രം നടത്തി നിയമങ്ങൾ ലംഘിക്കുവാൻ എനിക്ക് മനസ്സ് വരില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ശരി, ഞാൻ മറ്റു വല്ല സ്ഥലത്തേക്കും പോവാം. ധാരാളം പണം കൊടുത്താൽ ഇത് ചെയ്തു തരുന്ന പലരും ഈ നഗരത്തിൽ തന്നെ കാണും, അവൾ പറഞ്ഞു. അത്ഭുത സ്തംഭമായി ഒരു പ്രതിമ കണക്കെ ഞാൻ എൻ്റെ കസേരയിലിരിക്കുമ്പോൾ യാത്ര കൂടി ചോദിക്കാതെ കല്യാണിക്കുട്ടി എന്നെ വിട്ടുപോയി. അതിനുശേഷം ഞാൻ അവളെപ്പറ്റി ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് കുറ്റബോധം മാത്രം സമ്മാനിക്കുന്ന ആ വ്യക്തിയെ മറക്കാൻ ഞാൻ തീരുമാനിച്ചു. അവൾ എന്നെ കാണാനായി വന്നുവെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതുമില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം അർദ്ധരാത്രി സമയത്ത് എൻ്റെ ടെലിഫോൺ ശബ്ദിച്ചു തുടങ്ങി. അതൊരു അപരിചിത സ്വരമായിരുന്നു. എൻ്റെ സ്നേഹിത രക്തസ്രാവത്താൽ തളർന്നൊടിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു. മേൽവിലാസവും വാങ്ങി ഞാൻ ധൃതിയിൽ കാറിൽ കയറി. എൻ്റെ ഭർത്താവ് ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് വന്നു. ഒരു കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ മടങ്ങുവാൻ വൈകിയാലും പരിഭ്രമിക്കേണ്ട, ഞാൻ കാറിൽ കയറുമ്പോൾ വിളിച്ചു പറഞ്ഞു. നഗരാതിർത്തിയിൽ ജീർണിച്ചൊരു തെരുവിൽ സ്ഥിതി ചെയ്യുന്നൊരു വീട്ടിൽ കിടക്കുകയായിരുന്നു കല്യാണിക്കുട്ടി. അബോധാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവൾ എൻ്റെ ശബ്ദം കേട്ട് കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നു. അവൾ കിടക്കുന്നയിടത്ത് രക്തത്തിൽ കുതിർന്ന വിരികളുണ്ടായിരുന്നു. ഞാൻ ഗൃഹനാഥ നീട്ടിയ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവളെ പരിശോധിച്ചു. പകുതിയായി അവസാനിപ്പിച്ച ഒരു ഗർഭചിത്രം. ഇത് നിങ്ങളാണോ ചെയ്തത്? ഞാൻ ചോദിച്ചു. ഗൃഹനാഥ തലകുലുക്കി. ഡോക്ടർ വേണമെങ്കിൽ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ. എന്തോ തകരാറ് കാണുന്നുണ്ട്. രക്തം എന്ത് ചെയ്തിട്ട് നിൽക്കുന്നില്ല, ആ സ്ത്രീ പറഞ്ഞു. നീ എന്തിനിത് ചെയ്തു? ഞാൻ കല്യാണിക്കുട്ടിയോട് ചോദിച്ചു. എൻ്റെ കണ്ണുനീരിൻ്റെ ഒഴുക്ക് കാരണം എനിക്ക് അവളുടെ മുഖം അവ്യക്തമായിരുന്നു. അവൾ കണ്ണുകൾ തുറന്നുവോ, അവൾ നുണക്കുഴികൾ കാണുമാറ് പുഞ്ചിരി തൂകിയോ, എനിക്കറിയില്ല. ആ വീട്ടിലെങ്ങും അലക്കിയ തുണികളോ ഐസോ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീട്ടുടമസ്ഥൻ്റെ സഹായത്തോടെ അവളെ താങ്ങിയെടുത്ത് എൻ്റെ കാറിൽ കിടത്തി. അവളുടെ രക്തം എൻ്റെ കാറിലേക്ക് ഒഴുക്കി. കല്യാണിക്കുട്ടിയെ വീട്ടിൽ താമസിച്ച് ശുശ്രൂഷിച്ചത് എൻ്റെ ഭർത്താവിനെ ചൊടിപ്പിച്ചു. അവളെങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ പോലീസുകാർ എന്നെ തടവിലാക്കുമായിരുന്നുവെന്ന് അയാൾ പറഞ്ഞു. എനിക്ക് ആപത്ത് വരുത്തി വെക്കുന്ന ഒരു മൈത്രി ബന്ധമാണിത്, അയാൾ പിറുപിറുത്തു. രാവും പകലും അവിശ്രമം ഞാൻ അവളെ പരിചരിച്ചു. സുധാകരനെ ഫോൺ ചെയ്ത് വരുത്തിയെങ്കിലും സത്യാവസ്ഥ ഞാൻ അയാളോട് പറഞ്ഞില്ല. ഗർഭചിത്രം അവൾ തന്നെ വിളിച്ചു വരുത്തിയ വിനയാണെന്നും ഞാൻ വെളിപ്പെടുത്തിയില്ല. സുധാകരൻ എത്രയോ തവണ എന്നോട് നന്ദി പ്രകടനം നടത്തി. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ അവൾക്ക് വല്ല അപകടവും വന്നു ഭവിക്കുമായിരുന്നു, അയാൾ തൻ്റെ ഉറങ്ങുന്ന ഭാര്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ബാല്യകാലത്ത് തുടങ്ങിയ മൈത്രി ബന്ധമാണ്, ഞാൻ പറഞ്ഞു. എനിക്കറിയാം, നിങ്ങളെപ്പറ്റി ഒരിക്കലെങ്കിലും സംസാരിക്കാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല. അവൾക്ക് നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്, സുധാകരൻ പറഞ്ഞു. ഞാൻ അസ്വസ്ഥമായി മുഖം തിരിച്ചു. സുധാകരൻ അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഞാൻ അവളുമായി അകന്നു. അവൾ എഴുതിയ കത്തുകൾക്കൊന്നും ഞാൻ മറുപടി അയച്ചില്ല. അവൾ സുധാകരനുമായി കലഹിക്കുന്നുവെന്നും അവൾ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുവെന്നും അവളുടെ ആശുപത്രിയിൽ ജോലിയെടുക്കുന്ന ഒരു ഡോക്ടർ എന്നെ വന്നു കണ്ടപ്പോൾ പറഞ്ഞു. നിങ്ങൾ അവരെ ഉപദേശിക്കണം. നിങ്ങൾ പറഞ്ഞാൽ അവൾ കലഹങ്ങൾ അവസാനിപ്പിക്കും, അയാൾ പറഞ്ഞു. ഞാൻ എന്തിന് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നു? അവൾക്ക് അയാളൊത്ത് ജീവിക്കാൻ വയ്യെങ്കിൽ അവൾ വിവാഹമോചനം കഴിച്ച് മറ്റെവിടെയെങ്കിലും ജോലി നോക്കട്ടെ, ഞാൻ പറഞ്ഞു. സുധാകരൻ അവരെ കൂടാതെ ജീവിക്കാൻ പ്രയാസമുണ്ടാവും. അയാൾ അവരെ അത്ര കണ്ട് സ്നേഹിക്കുന്നു, അയാൾ പറഞ്ഞു. അർഹിക്കാത്തവർക്ക് സ്നേഹം വാരിക്കൊടുത്തിട്ട് എന്ത് പ്രയോജനം, ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടോ അവളുടെ വിവാഹത്തിൻ്റെ തകർച്ചയെപ്പറ്റി അറിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു ദുഃഖവും അനുഭവപ്പെട്ടില്ല. അവളുടെ ദാമ്പത്യം തകർന്നു, എൻ്റെ ദാമ്പത്യം നിലനിൽക്കുന്നു, ഞാൻ അഭിമാനത്തോടെ ഓർത്തു. വികാരജീവികളായ സുകുമാരനും കല്യാണിക്കുട്ടിയും കലഹിച്ച് തങ്ങളുടെ ജീവിതം അലങ്കോലപ്പെടുത്തുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവും അന്തസ്സോടെ രമ്യതയിൽ ജീവിക്കുന്നു. മെഡിസിനിൽ 1ാം റാങ്ക് വാങ്ങിച്ച കല്യാണിക്കുട്ടിക്ക് തൻ്റെ ദാമ്പത്യം ഒരു വിജയമാക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അവൾ വിവാഹമോചിതയായി. ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുൻപ് എന്നോട് യാത്ര ചോദിക്കുവാൻ വന്നു. എനിക്കും ഓസ്ട്രേലിയയിൽ ഒരു ജോലി സമ്പാദിച്ചു തരാമെന്ന് അവൾ പറഞ്ഞു. വേണ്ട കല്യാണിക്കുട്ടി, ഞാൻ ഇവിടെ തന്നെ നിന്നുകൊള്ളാം, ഞാൻ പറഞ്ഞു. വരൂ ഷീല, ഞാൻ നിന്നെ സംരക്ഷിക്കാം. എൻ്റെ മരണം വരെ നീ എൻ്റെ ജീവനായിരിക്കും, അവൾ മന്ത്രിച്ചു. എൻ്റെ ഭർത്താവിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ പറഞ്ഞു. നിന്റെ ഭർത്താവ്, അയാൾക്ക് നിന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ധനിക കുടുംബാംഗമായ നിന്നെ വിവാഹം ചെയ്താൽ കുറേയധികം കൃഷിസ്ഥലങ്ങളും തെങ്ങിൻ തോപ്പുകളും തനിക്ക് സ്ത്രീധനമായി ലഭിക്കുമെന്ന് വിശ്വസിച്ചാണ് അയാൾ നിന്നെ തേടിയെത്തിയത്. പോ പെണ്ണെ, അസംബന്ധം പറയാതെ, ഞാൻ പറഞ്ഞു. കല്യാണിക്കുട്ടി പൊട്ടിച്ചിരിച്ചു.
പണ്ട് നീ എന്നെ എന്നും പെണ്ണെ എന്നാണ് വിളിച്ചിരുന്നത്, ഓർമ്മിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. ആ വിളി മാറ്റിക്കിട്ടാനാണ് ഞാൻ ആണായി അഭിനയിച്ചത്. നിന്റെ പെണ്ണും നിന്റെ ആണും ഞാനായി തീർന്നു. 1 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരാമെന്ന് സത്യം ചെയ്തുകൊണ്ടാണ് അവൾ വിമാനം കയറിയത്. അവൾ വന്നതുമില്ല. എനിക്കും ഭർത്താവിനും മക്കളുണ്ടായതേയില്ല. മറ്റു സ്ത്രീകളെ അമ്മമാരാക്കാൻ പരമാവധി സഹായിച്ച് എനിക്ക് ഗർഭം ധരിക്കാൻ ഒരിക്കലും ഭാഗ്യമുണ്ടായില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് അതിൽ ദുഃഖം പ്രകടിപ്പിച്ചതേയില്ല. ആണവായുധ ശേഖരത്തെ ഓർത്തു നോക്കുമ്പോൾ ഈ ലോകത്ത് കുട്ടികളെ ജനിപ്പിക്കുന്നവർ മഹാപാപികളാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞു. ഒടുവിൽ ഞാനത് ശരിയാണെന്ന് വിശ്വസിച്ചു തുടങ്ങി. കുട്ടികളെ ആരാധനാ മനോഭാവത്തോടെ സമീപിക്കുകയും അവരെ ലാളിക്കുകയും ചെയ്തിരുന്ന ഞാൻ അവരെ അവഗണിക്കുവാൻ ശീലിച്ചു. ക്ലബ്ബിൽ വെച്ച് തങ്ങളുടെ വളർന്നു കഴിഞ്ഞ മക്കളുണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങൾ മറ്റു സ്ത്രീകൾ ചർച്ച ചെയ്യുമ്പോൾ അനുകമ്പയ്ക്കും സഹതാപത്തിനും വേണ്ടി കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഞാൻ തന്നെത്താൻ പറഞ്ഞു, ഷീല, നീ ഭാഗ്യവതിയാണ്. നിന്റെ വാർദ്ധക്യവും ശാന്തിപൂർണമായിരിക്കും. അന്ന് 100-ലധികം രോഗികളെ എനിക്ക് പരിശോധിക്കേണ്ടി വന്നു. എൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ വർഗീസ് 3 ദിവസത്തിന് ലീവെടുത്ത് ചങ്ങനാശ്ശേരിയുള്ള തൻ്റെ വൃദ്ധമാതാവിനെ ശുശ്രൂഷിക്കാൻ പോയിരുന്നു. അവിശ്രമം അധ്വാനിക്കുമ്പോൾ സാധാരണ എനിക്ക് വന്നുപെടാറുള്ള തലവേദന ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എന്നെ അലട്ടി തുടങ്ങി. അതുകൊണ്ട് മധ്യാഹ്ന ഭക്ഷണം കഴിക്കുവാൻ ഞാൻ വീട്ടിലേക്ക് പോവുകയില്ലെന്ന് തീരുമാനിച്ചു ഡ്രൈവറെ കൊണ്ട് കാപ്പിയും ഒരു മസാല ദോശയും ഒരു 3 നക്ഷത്ര ഹോട്ടലിൽ നിന്ന് വാങ്ങിപ്പിച്ചു. ഞാൻ വരില്ല എന്ന് ഫോണിൽ പറഞ്ഞപ്പോൾ വരാനായി അദ്ദേഹം നിർബന്ധിച്ചതുമില്ല. പണ്ടൊക്കെ ഞാൻ വരില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, തലവേദനയുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് വിശ്രമിക്കൂ, എന്നിട്ട് ചായ കുടിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് മടങ്ങാം. എനിക്ക് തലവേദനയുണ്ട്. ഞാനിന്ന് വീട്ടിലേക്ക് ഭക്ഷണത്തായി വരുന്നില്ല. ഇവിടെ തന്നെ വല്ലതും കഴിച്ചുകൊള്ളാം, അദ്ദേഹം പതിവിന് വിപരീതമായി പറഞ്ഞു. ശരി, വൈകുന്നേരം അധിക നേരം വൈകിക്കണ്ട. നമുക്കിന്ന് ആ റോട്ടറി സൽക്കാരമുണ്ടല്ലോ, 7 മണിക്ക്. ഞാൻ നിർവീര്യമായ ഒരു സ്വരത്തിൽ പറഞ്ഞു. ശരി, വൈകുന്നേരം ഞാൻ നേരത്തെ തന്നെ മടങ്ങുവാൻ ശ്രമിക്കാം. ഡ്രൈവർ കൊണ്ടുവന്ന മസാല ദോശയ്ക്ക് റേഷനരി ചുവയുണ്ടായിരുന്നു. ഞാനത് തുറന്നു ഉരുളൻകിഴങ്ങും ഉള്ളിയും മുളകും ചേർത്തുള്ള മിക്സർ മാത്രം കഴിച്ചു. കാപ്പിക്കും സ്വാദ് തോന്നിയില്ല. ഒടുവിൽ തലവേദനയ്ക്ക് ഒരു നെഫ്ലോജിൻ വിഴുങ്ങി വെള്ളം കുടിച്ച് ഞാൻ വീണ്ടും എൻ്റെ ക്ലിനിക്കിലെത്തി. അപ്പോഴാണ് ഞാൻ ആ സ്ത്രീയെ ശ്രദ്ധിച്ചത്. ആരോഗ്യവതിയും പരിഷ്കൃത വേഷധാരിയുമായ ഒരു മധ്യവയസ്ക. യുവത്വത്തിൻ്റെ തിളക്കങ്ങൾ മുഖത്തും മുടിയിലും കൃത്രിമമായെങ്കിലും നിലനിർത്തിപ്പോരുന്ന സുന്ദരി. അവർ സങ്കോചത്തോടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി. അവരുടെ ചുണ്ടിൽ അർദ്ധമന്ദഹാസം മരപ്പാലം പകുതി കടന്ന ഒരാളെന്ന പോലെ വിറച്ചുകൊണ്ട് സ്ഥിതി ചെയ്തിരുന്നു. എന്നെ മനസ്സിലായില്ലേ? അവർ ചോദിച്ചു. ആരാണ്? എന്താണ് നിങ്ങളുടെ അസുഖം? ഞാൻ ചോദിച്ചു. നാം തമ്മിൽ കണ്ടിട്ടിപ്പോൾ 26 വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത്. ഞാൻ കല്യാണിക്കുട്ടിയാണ്, സുധാകരൻ്റെ ഭാര്യ. കല്യാണിക്കുട്ടി, നീ ആകെ മാറിപ്പോയി. ഒന്നാമതായി നിന്റെ നിറം. നീ ആകെ വെളുത്തിരിക്കുന്നു. നീ പണ്ട് തടിച്ചവളായിരുന്നു. ഇപ്പോൾ നീ കൃശാഗാത്രിയാണ്. മുടിയോ മുട്ടോളം എത്തിയിരുന്ന നിന്റെ മുടി നീ മുറിച്ചു കളഞ്ഞു. നിന്റെ പല്ലുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു. എൻ്റെ പല്ലുകൾക്ക് അന്ന് ഭംഗിയുണ്ടായിരുന്നില്ല. അല്പം പുറത്തേക്ക് നീങ്ങി നിൽക്കുകയായിരുന്നു എൻ്റെ മുൻവശത്തെ പല്ലുകൾ. അവ ഞാൻ കമ്പി കെട്ടി താഴ്ത്തി. നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? അപ്പോൾ സുധാകരനും എന്നെ കണ്ടാൽ ആരെന്നും മനസ്സിലാവില്ല അല്ലേ? അവൾ തൻ്റെ ഗുച്ചി ബാഗിൽ നിന്നും ഒരു കറുത്ത കണ്ണട പുറത്തെടുത്ത് മുഖത്തണിഞ്ഞു. അപ്പോൾ എന്നെ കണ്ടാൽ പണ്ടത്തെ മിത്രങ്ങൾക്കാർക്കും മനസ്സിലാവില്ല അല്ലേ ഷീല? ഞാൻ പണ്ടത്തെ കല്യാണിക്കുട്ടിയല്ല ഇപ്പോൾ. അകവും പുറവും ആകെ മാറിപ്പോയി. നീ സത്യം പറയൂ. നിനക്കിപ്പോഴത്തെ എന്നെയാണോ ഇഷ്ടം, അതോ പണ്ടത്തെ എന്നെയോ? കല്യാണിക്കുട്ടി ചോദിച്ചു. മറുപടിയായി ഞാൻ വെറുതെ ചിരിച്ചു. അവൾ എൻ്റെ അടുത്തേക്ക് നീങ്ങി എൻ്റെ കാതിലും കഴുത്തിലും ചുംബിച്ചു. കൂട്ടുകാരെ, ചന്ദനമരങ്ങൾ എന്ന ഈ നോവലിൻ്റെ പാർട്ട് 3 ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.